വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ BSc ബോട്ടണീൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള കെമിസ്ട്രീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ഭാഗങ്ങളാണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്തിട്ട് പോവുക. ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇതും ചെയ്യണമെന്ന് വെച്ചിട്ടല്ല, ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്തായാലും നോക്കിയിട്ട് പോവുക. മാക്സിമം എല്ലാ ഭാഗത്തും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ പേപ്പർ ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ് 4th സെമ്മിലെ പേപ്പർ വരുന്നത്. 60 മാർക്കിനാണ് നമുക്ക് എക്സാം വരുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരുന്നത് കൊളോയിഡൽ കെമിസ്ട്രിയാണ്. ഇതിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയോഫിലിക് അതുപോലെ തന്നെ ലയോഫോബിക് കൊളോയിഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിൻഡാൽ എഫക്റ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവാറുണ്ട്. ടിൻഡാൽ എഫക്റ്റ് എന്താണ്, ബ്രൗണിയം മൂവ്മെൻറ്റ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇനി വരുന്നത് ഹാർഡി-ഷൂൾസ് റൂള്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗോൾഡ് നമ്പർ ഇതുപോലെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമൾസിഫയർ അതൊക്കെ ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ കൊളോയിഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എന്താണ് ഇമൾഷൻ, എന്താണ് ഇമൾസിഫയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഡിറ്റർജൻസിൻ്റെയും സോപ്പിൻ്റെയും ആക്ഷൻ എങ്ങനെയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അത്രയാണ് മൊഡ്യൂൾ 1 വരുന്നത്. അപ്പോൾ ഇതിൽ കൊളോയിഡ്സ് എന്താണ്, കൊളോയിഡ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി വെച്ചാൽ നന്നായിരിക്കും. ചിലപ്പം ലയോഫിലിക്കും ലയോഫോബിക്കും മാത്രം ചോദിച്ചോളുന്നില്ല. ചിലപ്പോൾ മാക്രോമോളിക്കുലാർ, മൾട്ടിമോളിക്കുലാർ, അസോസിയേറ്റഡ് കൊളോയിഡ്സ് അതൊക്കെ ചോദിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ പ്രയോറിറ്റി ലയോഫിലിക്കിനും ലയോഫോബിക്കിനും കൊടുക്കാം. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഗോൾഡ് നമ്പർ ചോദിക്കാറുണ്ട്, ഹാർഡി-ഷൂൾസ് റൂള് ചോദിക്കാറുണ്ട്. പിന്നെ കൊളോയിഡ്സിൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഡിറ്റർജൻസ്, സോപ്പ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 2 ന്യൂ വിസിറ്റേഴ്സ് ഇൻ കെമിസ്ട്രി, അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസിൽ അതിൽ 0D 1D 2D. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. ഡയമെൻഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കറ്റാലിറ്റിക് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് കറ്റാലിസിസിൽ, മെഡിസിൻസിൽ ഒക്കെ എങ്ങനെയാണ് നാനോ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പൾസിൽ ഏതെങ്കിലും 2 12 പ്രിൻസിപ്പിൾ ഉണ്ടായാലും ഏതെങ്കിലും 2 ചോദിക്കാറുണ്ട്. പിന്നെ ഗ്രീൻ സോൾവെൻസ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അത്രയാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നാനോ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക, എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പൾസും, അതുപോലെ തന്നെ എന്താണ് ഗ്രീൻ കെമിസ്ട്രി, എന്താണ് ഗ്രീൻ സോൾവെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ക്രൊമാറ്റോഗ്രഫിയാണ്. ക്രൊമാറ്റോഗ്രഫി നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അതിൽ നമ്മൾ ക്രൊമാറ്റോഗ്രഫി നമ്മുടെ കോർ പേപ്പറിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ്. ഓക്കെ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. പിന്നെ അതുപോലെ തന്നെ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. എന്താണ് RF വാല്യൂ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് RF വാല്യൂ വെച്ചിട്ട് നമ്മൾ കോമ്പൗണ്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റോഗ്രഫിയിൽ അത്രയാണ് വരുന്നത്. എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ.
പിന്നെ വരുന്നത് സ്പെക്ട്രോസ്കോപ്പിയാണ്. സ്പെക്ട്രോസ്കോപ്പിയിൽ ബോൺ ഒപ്പൻഹീമിയർ അപ്രോക്സിമേഷൻ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ UV ആൻഡ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിയർ ലാംബർട്ട്സ് ലോ എന്താണ് ക്രോമോഫോർ, എന്താണ് ഓക്സോക്രോം, അത് ചോദിക്കാറുണ്ട്. പിന്നെ എത്തനോളിൻ്റെ NMR സ്പെക്ട്രോസ്കോപ്പി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, NMR സ്പെക്ട്രോസ്കോപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് എത്തനോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എലൂസിഡേറ്റ് ചെയ്യാം, എങ്ങനെയാണ് സ്ട്രക്ചർ ഇതാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എത്തനോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അടുത്തതിൽ ഡീമീഥൈൽ ഈത്തർ ചോദിക്കാം, അല്ലെങ്കിൽ പ്രൊപ്പനാൽ ചോദിക്കാം, അല്ലെങ്കിൽ അസെറ്റോൺ ചോദിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ട്രക്ചർ ഒന്ന് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് റീജിയൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുണ്ട് എത്ര വൈബ്രേഷണൽ ഇത് വരുന്നുണ്ട്, H2Oയിലും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിലും എത്ര വൈബ്രേഷണൽ മോഡ്സ് വരുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ പോളിമേഴ്സാണ്. പോളിമേഴ്സിൽ നമുക്ക് ഇതുവരെ ചോദിച്ചതിൽ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കെൽവർ ഏതൊരു വർഷത്തിൽ കണ്ടു. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ് തെർമോപ്ലാസ്റ്റിക്, എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ ബെക്കലൈറ്റ്, അതിൻ്റെ മോണോമർ എന്താണ് ബെക്കലൈറ്റിൻ്റെ, ബ്യൂണായ എസിൻ്റെയും ബ്യൂണായ എന്നിൻ്റെയും മോണോമേഴ്സ് എന്താണ്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് വരില്ല എന്നല്ല, ചിലപ്പോൾ മെൽമാർക്കിൻ്റെയൊക്കെ ചോദിക്കാം. എല്ലാത്തിൻ്റെയും മോണോമേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആ പോളിമേഴ്സിൻ്റെ മോണോമർ എങ്ങനെയാണ് അത് ഫോം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയാണ് പോളിമേഴ്സിൽ വരുന്നത്? ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ചോദിക്കാം, അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബെക്കലൈറ്റ് ചോദിക്കാം, മെൽമാക്ക് ചോദിക്കാം. ഓക്കെ, മെൽമാക്ക് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല, വേണമെങ്കിൽ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഭാഗമാണിത്. നമ്മൾ ജസ്റ്റ് ആ മോണോമർ യൂണിറ്റ് പഠിച്ച് വെച്ചാൽ തന്നെ മോണോമറും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്കതൊന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്യൂണായസും ബ്യൂണായനും നിയോപ്രീനൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, അതാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂൾ. അതിൽ വരുന്നത് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതിൽ യൂട്രോഫിക്കേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് COD എന്താണ്, BOD എന്താണെന്നൊക്കെ ചോദിക്കാം. പിന്നെ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് കാരണമുള്ള പൊല്യൂഷൻ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ചോദിക്കാറുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്രീൻ ഹൗസ് ഗ്യാസസും ഒക്കെ ചോദിക്കാറുണ്ട്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. മറ്റേതൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കുറേയൊക്കെ ഇതിലുള്ള ഭാഗങ്ങൾ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ കോർ പേപ്പറിൽ കുറേ തവണ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും എൻവിറോൺമെൻറ്റൽ ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിടുന്നത് നല്ലതായിരിക്കും. പിന്നെ ടേംസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം, അതുപോലെ തന്നെ ബയോമാഗ്നിഫിക്കേഷൻ, അതൊക്കെ ചോദിക്കാം. ഓക്കെ, BOD COD അതൊക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ വരുന്നത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫാണ്. അതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒക്ടെയ്ൻ നമ്പർ, സെറ്റൈൻ നമ്പർ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് പോയിൻ്റ്, ഇതൊക്കെ ഫ്ലാഷ് പോയിൻ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. LPG ചോദിച്ചിട്ടുണ്ട്, CNG ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആൻറ്റിപൈററ്റിക്, അനാൽജസിക്, ആൻറ്റിബയോട്ടിക്, ആൻറ്റാസിഡ്, ആൻറ്റിസെപ്റ്റിക്, ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക.
റിപ്പീറ്റഡ് ആയിട്ട് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. എന്താണ് ആൻറ്റിപൈററ്റിക്സ്, എന്താണ് അനാൾജസിക്, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈയിൻ്റെ തിയറീസ് ഓഫ് കളറ് അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ അഡിറ്റീവ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോഡ ഗ്ലാസ് ചോദിച്ചിട്ടുണ്ട്. സോഡ ഗ്ലാസ്സിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഗ്ലാസ്സിൽ നിന്ന് വല്ല ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോർഷനിലുള്ളത്. ഇതിൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 10 മാർക്കായിരിക്കും ഉണ്ടാവുക, മൊഡ്യൂൾ 2 10 മാർക്ക്, മൊഡ്യൂൾ 3 10 മാർക്ക്, മൊഡ്യൂൾ 4 15 മാർക്ക്, മൊഡ്യൂൾ 5 7 മാർക്ക്, മൊഡ്യൂൾ 6 10 മാർക്ക്, മൊഡ്യൂൾ 7 17 മാർക്ക്. മൊഡ്യൂൾ 7 കൂടുതൽ മാർക്ക്. അതായത് ഇത് എസ്സേ ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുണ്ട്. ആൻറ്റിപൈററ്റിക്, അനാൾജസിക്, ആൻറ്റിബയോട്ടിക്, ആൻറ്റാസിഡ്, ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത് വരാറുണ്ട്. അതുപോലെ തന്നെ CNG LPG ഫ്ലാഷ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ സെറ്റൈൻ നമ്പർ, ഒക്ടൈൻ നമ്പർ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഡൈസിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഡൈസിൻ്റെ തിയറീസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 17 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ, സോഡ ഗ്ലാസ് എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 17 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊല്യൂഷൻ, ഇതൊന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരിക. അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററിന് 7 മാർക്കിനാണെന്ന് തോന്നുന്നു. 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ഈ പോളിമറിന് 7 മാർക്ക്. പോളിമറിനാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കുറവ് കേട്ടോ. 7 മാർക്കിനാണ് പോളിമറിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ ഏകദേശം 15 മാർക്ക്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന മൊഡ്യൂൾ കഴിഞ്ഞാൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്പെക്ട്രോസ്കോപ്പിക്കാണ്. സ്കോപ്പിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് വൈബ്രേഷണൽ, ഞാൻ പറഞ്ഞില്ലേ വാട്ടറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വൈബ്രേഷണൽ മോഡ്സ് എത്രയൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫിംഗർ പ്രിൻ്റ് റീജിയൻ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബിയർ-ലാംബേർട്ട്സ് ലോ ചോദിക്കാറുണ്ട്. ക്രോമോഫോർ, ഓക്സോക്രോം അത് ചോദിക്കാറുണ്ട്. NMR സ്പെക്ട്രോസ്കോപ്പി എല്ലാ എസ്സേയിലും കാണാറുണ്ട്. എല്ലാ എസ്സേയിലും റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് NMR സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചോദിക്കാം. മെത്തനോളിൻ്റെ സ്ട്രക്ചർ, ഡൈമീഥൈൽ ഈത്തറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് NMR വെച്ചിട്ട് നമുക്ക് ഐസോമേഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് 15 മാർക്കിനാണ് വരുന്നത്. പിന്നെ ക്രോമാറ്റോഗ്രഫിയിൽ നിന്ന് ഏകദേശം ഒരു 10 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, 10 മാർക്കിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും 10 മാർക്കിനാണ്. ക്രോമാറ്റോഗ്രഫിയിൽ നിന്ന് 10 മാർക്കിന് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്താണ്, അല്ലെങ്കിൽ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി എന്താണ്, അല്ലെങ്കിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ എന്താണ് RF വാല്യൂ എന്നുള്ള ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂ വിസിറ്റേഴ്സ് ഇൻ കെമിസ്ട്രിയാണ്. അതും 10 മാർക്കിനാണ്. ഇതിൽ മെയിനായിട്ട് നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, അതിൻ്റെ ഡയമെൻഷനാലിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രി എന്താണ്, ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഗ്രീൻ സോൾവെൻറ്റ് ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾ 12 പ്രിൻസിപ്പിൾ എങ്ങാനുണ്ട്, അതിൽ 2 പ്രിൻസിപ്പിളൊക്കെ മാത്രം ചോദിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കംപ്ലീറ്റ് പ്രിൻസിപ്പിളും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് കൊളോയിഡൽ കെമിസ്ട്രിയാണ്. ഇതും 10 മാർക്കിനാണ്. ഓക്കെ,
ഇതിൽ ഗോൾഡ് നമ്പർ, അപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്, സോപ്പ് എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത്, ഇമൾസിഫിക്കേഷൻ, ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, അതൊക്കെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡ് സൊല്യൂഷൻ, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നമുക്ക് ഉള്ളത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൊളോയിഡലിൽ നിങ്ങൾ ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് എന്തായാലും നോക്കുക, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് നോക്കുക, അപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആഡിഷൂൾസ് റൂള്, അതുപോലെ തന്നെ ഗോൾഡ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതിൽ വരുമ്പോൾ നിങ്ങൾ നാനോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ നോക്കുക, അതിൻ്റെ ക്ലാസിഫിക്കേഷനും അപ്ലിക്കേഷനും. പിന്നെ ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പിൾ അറ്റ്ലീസ്റ്റ് ഒരു 5 5 10 പഠിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ ഉള്ളതിൽ 2 ചോദിച്ചിട്ടുള്ളൂ. പ്രിൻസിപ്പിൾ രണ്ട് പ്രിൻസിപ്പിളാണ് ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഒരു 5 പ്രിൻസിപ്പിളെങ്കിലും നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ വരുന്നത് ഇതാണ് ഗ്രീൻ സോൾവെൻസ്. നല്ല ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ സോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ ക്രൊമാറ്റോഗ്രഫിയിൽ നിങ്ങൾ TLC നോക്കി വെക്കുക. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്താണ്, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി എന്താണ്, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്താണ്, എല്ലാത്തിനും കുറിച്ചൊരു ധാരണ ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ RF വാല്യൂ എന്താണെന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്പെക്ട്രോസ്കോപ്പിയിലാണ്. അതിൽ നിങ്ങൾ NMR എന്തായാലും നോക്കി വെക്കുക. പിന്നെ ക്രോമോഫോർ, ഓക്സോക്രോം, ഫിംഗർ പ്രിൻ്റ് റീജിയൻ, അതുപോലെ തന്നെ എത്തനോളിൻ്റെ ആ ഒരു NMR വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കാണുന്നത്, അത് എത്തനോളിൻ്റെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളതും കൂടി നോക്കി വെക്കുക. ഏതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഉള്ളത് നല്ലതായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു പരത്തി പഠിക്കേണ്ട, ചുരുക്കി പഠിച്ചാൽ മതി. കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കി വയ്ക്കുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. ഏകദേശം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് പോളിമേഴ്സാണ്. പോളിമേഴ്സിൽ ഇതുവരെ ചോദിച്ചാൽ എന്താണ് തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിങ്, അതിന് പ്രയോറിറ്റി കുറവാണ്. 7 മാർക്കാണ് അതിന് വരുന്നത്. അതിൽ എന്താണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്, ബ്യൂണായസ് എന്താണ്, ബ്യൂണായൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബെക്കലൈറ്റ്, മെൽമാക്ക്, എന്താണ് തെർമോസെറ്റിങ്, എന്താ തെർമോപ്ലാസ്റ്റിക് എന്ന് തന്നെ നോക്കി വെച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടും കേട്ടോ. തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്, അതിൽ ബ്യൂണായസിൻ്റെയൊക്കെ മോണോമർ നോക്കി വയ്ക്കുക, എല്ലാത്തിൻ്റെയും മോണോമറൊക്കെ പഠിച്ച് വയ്ക്കുക കേട്ടോ. ഏത് ക്വസ്റ്റ്യനിൽ കെവ്ലർ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളതൊക്കെ ചോദിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പോളിമേഴ്സ് ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാത്തിൻ്റെയും മോണോമേഴ്സ് നോക്കി വെച്ചാൽ തന്നെ പോളിമേഴ്സ് കംപ്ലീറ്റ് ആയി ഏകദേശം. പിന്നെ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൻ്റെ യൂസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. അതാണ് അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്ന് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സും, പിന്നെ നോക്കേണ്ടത് തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിങ്, അതുപോലെ തന്നെ ബ്യൂണായസ്, ബ്യൂണായൻ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ പൊല്യൂഷനിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്, യൂട്രോഫിക്കേഷൻ എന്താണ്, COD, BOD, DO, ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. എങ്ങനെയാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് എങ്ങനെയാണ് പൊല്യൂഷന് കാരണമാകുന്നതെന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി കുറേ തവണ പറയുന്ന കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ അതിനൊരു 10 മാർക്ക് ആ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നുണ്ടാവും. പിന്നെ നമ്മുടെ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിൽ 17 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഡ്രഗ്സിൻ്റെ ഭാഗം നന്നായിട്ട് നോക്കുക. അതിൽ ആൻറ്റിപൈററ്റിക്സ്, അനാൽജസിക്സ്, ആൻറ്റിബയോട്ടിക്, ഈ ഭാഗത്തു നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി വയ്ക്കുക. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാനും പറ്റും. ഇപ്പോൾ പറഞ്ഞതിൽ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ഉണ്ട്, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അതിൽ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളത് പിന്നെ ആക്കാം. ഇപ്പോൾ അതിൽ പറയാത്ത കുറച്ച് 1-2 പോയിൻറ്റ്സൊക്കെ ഉണ്ടാവും, അത് പിന്നെ നോക്കാം നമുക്ക്. ജസ്റ്റ് നിങ്ങളിപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമുക്ക് സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്തായാലും കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.